ഹലോ ഗൈസ്, എന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് കറിയുടെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പരിപ്പാണ് ആദ്യം വേവിക്കാനുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ ചീരയുടെ ഇല ഇട്ടിട്ടുള്ളതാണ്, പ്രഷർ ചീര എന്ന് പറഞ്ഞ ചീരയിലത്. ഇവിടെ നിന്ന് ചുമന്ന പരിപ്പാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ തുവരപ്പരിപ്പാണ് ഉപയോഗിക്കാറ് സാമ്പാർ വയ്ക്കാനും പരിപ്പ് കറി വയ്ക്കാനും. അപ്പോൾ ഈ ഒരു പരിപ്പ് നമുക്ക് കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമ്മുടെ മറ്റേ സാധാ പരിപ്പിൻ്റെ അത്ര വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് ഉപ്പിടരുത്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇല എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലല്ലേ ഉള്ളതാണ് കേട്ടോ. ഒരു പ്രഷർ ചീര എന്ന് പറഞ്ഞ ഇലയുടെ ഞാൻ റെസിപ്പി ആദ്യം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പരിപ്പിലിട്ടിട്ട് വയ്ക്കാം. നമ്മുടെ ഈ പരിപ്പ് കറിക്ക് നമ്മുടെ സാധാരണ തോരപ്പരിപ്പില്ലേ, സാമ്പാർ പരിപ്പൊക്കെ ഇല്ലേ, അതിൻ്റെ അത്രയ്ക്കാണ്ട് ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് തോന്നിയില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, കഴിച്ച് നമുക്ക് പരിചയമാവാത്തതിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. എങ്കിൽ കൂടി ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പരിപ്പാണ്. അപ്പോൾ പരിപ്പ് നമ്മുടെ അധികം വെന്തുടയാതെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ചീരയുടെ എല്ലാം നമുക്ക് നന്നായി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം ഉപ്പും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇല വേവിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇതന്നെ ഒരു 3-4 തിളച്ച് കഴിഞ്ഞാലൊക്കെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ ഇലയ്ക്ക്. അപ്പോൾ ഇല കുറച്ച് അതൊന്നും തിളപ്പിക്കാൻ വെക്കണം. അതോടെ കുറച്ച് ചാറിന് നമുക്ക് വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് നമുക്ക് വീണ്ടും ഇത് തിളപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കും. സാധാരണ നമ്മൾ ആദ്യം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ അരപ്പിൽ നാളികേരം, പച്ച നാളികേരം നമ്മൾ അരച്ചിട്ട് നന്നായി നൈസായിട്ട് അരയ്ക്കുക, അതിൽ ചേർക്കുക. അതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പുളിയൊന്നും നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നില്ല കേട്ടോ. പുളി രസമുള്ള കൂട്ടാനല്ല അത്. പരിപ്പ് ഒരു നാളികേരം അരച്ചിട്ടുള്ള പച്ചരച്ച കറി എന്നാണ് ഞങ്ങൾ പറയുക സാധാരണ. അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇല വെന്ത് കഴിഞ്ഞ് വന്നപ്പോൾ നമുക്കിതിലേക്ക് നാളികേരം അരച്ചത് ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര ചാറ് വേണം, അതിൻ്റെ കറി ഒഴിച്ച് കഴിക്കാനുള്ള എത്ര അത് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് നാളികേരം ചേർക്കുക. പിന്നെ അതുപോലെ തന്നെ എരിവും നമ്മൾ നോക്കുക. എരിവിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. മുളക് പൊടിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇവിടെ മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കാച്ചിയെടുക്കണം. ഇപ്പോൾ സാധാരണ നമ്മൾ പച്ചരച്ച കറി എന്ന് പറയുമ്പോൾ പച്ചരയ്ക്കാൻ വെച്ചാൽ നാളികേരം പച്ചയ്ക്ക് വറക്കാണ്ട് അരയ്ക്കുന്നു എന്ന് പറയുന്നത് മാത്രം. സാധാരണ പൊതുവേ അങ്ങനെയാണ് ഞങ്ങൾ പറയാറ് കേട്ടോ. അപ്പോൾ ഇതിൽ കടുകും വറ്റൽമുളകും കൂടിയിട്ട് വേപ്പില ഉണ്ടെങ്കിൽ വേപ്പിലയും കൂടി പൊട്ടിച്ച് ഇട്ടതിന് ശേഷം അത് കാച്ചിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് കറി റെഡിയായി എന്നാണ്. അപ്പോൾ ഈ ഒരു ഇല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടുന്നവർ ഈ ഇല ഇട്ടിട്ട് വയ്ക്കും. അങ്ങനെ എല്ലായിടത്തും ഈ ഇലയൊന്നും ഉണ്ടാവണമെന്നില്ല, എല്ലാ വീടുകളിലും ഉണ്ടാവണമെന്നില്ല. പുറത്ത് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാൻ കിട്ടാറില്ല. സാധാരണ നാട്ടിൻപുറങ്ങളിലുള്ള വീടുകളിലൊക്കെയാണ് ഈ ഇല ധാരാളമായിട്ട് ഉണ്ടാവാറ്. പിന്നെ ഇതിൻ്റെ കൊമ്പൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയിട്ട് നട്ടിട്ട് പിടിപ്പിച്ചിട്ടൊക്കെ അങ്ങനെയും കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഈ ഒരു ഇലയ്ക്ക് പകരം ഇപ്പോൾ പച്ചയില നമ്മൾ ഇതന്നെ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചീരയില, ചുവന്ന ചീരയോ വെള്ളച്ചീരയോ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ തന്നെയുള്ള ഇലയ്ക്ക് പകരം ചീരയുടെ ഇല ചെയ്തിട്ടുള്ള കറിയും വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറി കൂട്ടുന്ന ദിവസങ്ങളിലാണ് ഇതൊക്കെ വയ്ക്കാറ്. മീനുള്ളപ്പോൾ മീൻ വറക്കും, വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ സാധാരണ ഒരു പച്ചരച്ച കറി, നാളികേരം അരച്ച് ചേർത്തിട്ടുള്ളൊരു കറി. അപ്പോൾ അത് നല്ല രസമാണ്. ഇതിൻ്റെ കൂടെ തൈരൊക്കെ കൂട്ടി കഴിക്കാൻ രസമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ നമ്മൾ ഈ കറി കൂട്ടുമ്പോൾ കുറച്ച് തൈരുണ്ടെങ്കിൽ അത് നന്നായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് തോരൻ്റെ റെസിപ്പികളും വെജിറ്റബിൾസ് കറികളും ഒക്കെ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.